ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ജനുവരി തുടങ്ങി 1-2 ഒക്കെ കഴിഞ്ഞു. ഇത് 3rd ഡേ ആണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു സ്റ്റാർട്ട് ആയിരുന്നു കാണത്തില്ല, നിങ്ങൾക്ക് കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫീവർ ആയി കാണും, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ട്രബിൾ കാണും, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ആണ്. പക്ഷെ ഒന്നും കുഴപ്പമില്ല. നമ്മൾ ജനുവരിയിലാണ്, നമുക്ക് നല്ലൊരു ടാർഗറ്റ് ഉണ്ട്, നമ്മൾ സക്സസ് നേടി എടുക്കണം എന്ന് തീരുമാനിച്ച വർഷമാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് കുറച്ച് കുഴപ്പമായാലും ഒരു പ്രശ്നമില്ല. ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചെറുതായിട്ട് പിക്കപ്പ് ചെയ്ത് വന്നാൽ മതി. മനസ്സിലായി? നമുക്ക് ആദ്യമേ നമ്മൾ 100% പെർഫോം ചെയ്ത് നമുക്ക് കയറാൻ പറ്റത്തില്ല. നമ്മൾ കുറച്ചായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ പ്രോഗ്രസ് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. ഇപ്പം എൻ്റെ ഫസ്റ്റ് 2 ഡേയ്സും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ നമ്മുടെ വിഷൻ ബോർഡും അതിൻ്റെയൊക്കെ ചാർട്ടും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നൊരു സമയത്തായിരുന്നു. അത് ഒരുപാട് സമയം എടുത്തു. അപ്പോൾ അത് ഇച്ചിരി ഹെക്റ്റിക് ആയിട്ടുള്ള പ്രോസസ്സായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചേക്കുന്ന വർഷം 2026. അതുകൊണ്ട് നമ്മൾ 2026 നമ്മൾ കോൺസ്റ്റൻ്റ് വർക്ക് ചെയ്യും. അത് പതുക്കെ കോൺസ്റ്റൻസി എത്തത്തേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ വീഡിയോട്ടോ. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്, നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഫസ്റ്റ് കാര്യം, ഇപ്പം എനിക്കറിയാം നമ്മുടെ വീഡിയോസിനൊക്കെ മെയിനായിട്ട് നമുക്ക് ഈ പ്രിപ്പയർ ആവുക, സ്റ്റാർട്ട് ചെയ്യുക, പ്ലാൻ റെഡിയാക്കുക, ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക, അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രോസസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ശരിക്കും ഇതിൻ്റെ കണ്ടന്റ് വരുമ്പോൾ നമ്മളൊന്ന് ബാക്കിലോട്ട് പിടിക്കും. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക, നമ്മൾ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, നമ്മൾ നല്ല പോലെ എഫേർട്ട് ഇടാൻ പോവാണ്, നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ സക്സസ്സിൽ എത്തണമെങ്കിൽ നമ്മൾ എന്തുമാത്രം പോരാ, നമുക്ക് ഈ പുറമേയുള്ള ഭംഗിയാക്കലും വൃത്തിയാക്കലും മാത്രം പോരാ, നമ്മൾ അകത്തോട്ട് എന്തെങ്കിലും കണ്ടന്റ് ഇടണം. എന്നാൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും ഗ്രോത്ത് നേടിയെടുക്കാൻ പറ്റൂ. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തും ചെയ്യണം, തുടർന്നുള്ള എല്ലാ വീഡിയോസും ക്ലാസ്സസും അറ്റൻഡ് ചെയ്യും, ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ജോയിൻ ചെയ്യുകയും കൂടെ പഠിക്കുകയും, അതല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സും മെറ്റീരിയൽസും ഒക്കെ ഉള്ള ആൾക്കാരെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾ എത്രത്തോളം നിങ്ങളെ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്. അല്ലാതെ നമ്മൾ ബാക്കി എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. വിഷൻ ബോർഡ് എത്ര ഭംഗിക്ക് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, എന്തുമാത്രം വിഷ്വലൈസ് ചെയ്തിട്ടും കാര്യമില്ല, മാനിഫെസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ എന്ത് വേണം, നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്താലേ അതിനൊക്കെ കാര്യമുള്ളൂ. ക്ലിയർ ആണല്ലോ? ഞാൻ കുഞ്ഞു കാര്യം പറയാം. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇപ്പം എക്സാമ്പിളാണ്, ഞാനിപ്പോൾ പഠിക്കുന്ന സമയത്ത് ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പഠിക്കുന്നത്, PhD പഠിക്കുന്നത്. PhD പഠിക്കുന്ന സമയത്ത് എനിക്ക് ജോലി കിട്ടണമെന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ്. ജോലി കിട്ടിയേ പറ്റൂ, ആ ഒരു സ്റ്റേജാണ്. അപ്പം എനിക്ക് കിട്ടുന്ന എല്ലാ സമയവും, ഇപ്പോൾ രാവിലെ അങ്ങോട്ട് പോകുമ്പം ഞാൻ ഡിസ്റ്റൻസ് ഉണ്ട്, വീട്ടിൽ നിന്ന് കോളേജിൽ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ആ സമയം ഞാൻ എപ്പോഴും എന്ത് ചെയ്യും, എന്തെങ്കിലും മെറ്റിലെടുത്ത് വെച്ച് വായിക്കാൻ നോക്കും. തൊഴിൽ വാർത്ത മടക്കി കുറച്ച്, കാരണം നമുക്ക് മൊത്തം നൂത്ത് വെച്ച് നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് മടക്കി കുറച്ച് പീസസ് ആക്കിയിട്ട് എൻ്റെ കയ്യിൽ വെച്ചേക്ക് ഞാൻ ഓർത്ത് നോക്കും. അങ്ങനെ ഓരോ പോയിന്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ തന്നെ എന്തെങ്കിലും ബ്രേക്ക് കിട്ടി എടുത്ത് വെച്ച് നോക്കും, ക്ലാസ് പഠിപ്പിക്കുന്ന സമയത്ത് എടുത്ത് വെച്ച് നോക്കും. കാരണം LDC ആ സമയത്ത് LDC എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു പ്രിപ്പയറിങ് സ്റ്റേജിലോട്ട് നമ്മൾ എത്തണം. നിങ്ങൾക്ക് ഒരുപാട് വർക്കുള്ള ആൾക്കാരായിരിക്കും, നിങ്ങൾ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും, ഹോം മേക്കേഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങൾ കാണുന്ന ചുറ്റുപാടും എന്ത് വേണം, PSCയുടെ ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കണം നിങ്ങളുടെ ചുറ്റും മൊത്തം ഉള്ളത്. മനസ്സിലായോ? നിങ്ങളെ ഭിത്തിയിലൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മറന്നു പോകുന്ന ഫാക്റ്റുകളും നമ്മുടെ മാപ്പും എല്ലാം പേസ്റ്റ് ചെയ്തു, ഒരു കുഴപ്പമില്ല. നമുക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് പെയിന്റ് അടിക്കാം. ഓക്കെ, അതുകൊണ്ട് ഒന്നും നിങ്ങളുടെ മുമ്പിലൊരു തടസ്സമാവരുത്. നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ഇട്ടുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് പുതിയ കാര്യങ്ങൾ നിങ്ങൾ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലായോ? നിങ്ങൾ കുഞ്ഞു ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കാനോ, അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേട്ട് പഠിക്കാനോ, നിങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്ത് പഠിക്കാനോ, അങ്ങനെ എന്ത് സ്ട്രാറ്റജി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വിചാരിക്കണം, ഓക്കെ ഞാൻ ഇന്ന് മുതൽ കണ്ടന്റ് ഇടാൻ പോകണം, ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഞാൻ ഇനി മുതൽ ഇതിനകത്ത് കുറച്ച് മോട്ടിവേഷൻ വീഡിയോസ് ഇടും, അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, പഠിക്കാനുള്ള വീഡിയോസ് ഇടും. അപ്പോൾ നിങ്ങളത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പഠിച്ച് പോകണം. ഓക്കെ, പിന്നെ ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. എന്തും ചെയ്യണം, നിങ്ങൾക്ക് ഇപ്പം എവിടെയെങ്കിലും സോഴ്സ് കിട്ടണം, നിങ്ങൾ അത് മാക്സിമം യൂസ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഒരു ക്ലാസ്സിൽ നിന്നും ഒരു ടീച്ചറിനും നിങ്ങൾക്ക് എല്ലാം ഇങ്ങനെ കറക്റ്റ് പറഞ്ഞു തന്ന് നമുക്ക് എക്സാമിനൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ച സമയത്ത് കണക്കോ കോളേജിൽ പഠിച്ച സമയത്ത് കണക്കോ പറഞ്ഞു തന്ന് നിങ്ങൾ അത് പോയി എഴുതി നിങ്ങൾക്ക് മാർക്ക് മേടിച്ച് നിങ്ങൾ ജോലി മേടിച്ച് കയറത്തില്ല. ഓക്കെ, നമ്മൾ 50-50 നമ്മൾ വെച്ചിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞുതരും, നിങ്ങൾ അത് യൂസ് ചെയ്യണം, നിങ്ങളുടെ രീതിയിൽ അത് മാറ്റിയെടുക്കണം, എന്നിട്ട് നിങ്ങൾ എക്സാം എഴുതണം. അങ്ങനെയാണ് റിസൾട്ടിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഫുൾ ടൈം ഇങ്ങനെ നമ്മൾ പറയുന്ന കാര്യം മാത്രം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് നിങ്ങൾ എഴുതിയെടുക്കാം എന്ന് വിചാരിക്കരുത്. ഓക്കെ, നിങ്ങളുടെ ടൈമിൽ എഫേർട്ട് ഇട്ടാൽ മാത്രമേ നിങ്ങൾ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പോൾ നമുക്ക് ഞാൻ ഡീറ്റെയിൽ പറയാം. ഓക്കെ, അടുത്ത കാര്യം,
എക്സാം ഡേറ്റ്സ് വന്നു അല്ലേ? നമുക്ക് അറിയാം ഒരുപാട് എക്സാമിന് ഡേറ്റുകൾ വന്നു. CPOയുടെയും WCPOയുടെയും വുമൺസ് പോലീസ് ഓഫീസറിൻ്റെയും അതിനൊക്കെ തന്നെ മെയിൽ പോലീസ് ഓഫീസറിൻ്റെയും എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെയും എക്സൈസ് ഓഫീസറിൻ്റെയും അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൻ്റെയും ഫയർമാൻ്റെയും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റെയും കമ്പനി ബോർഡ് അസിസ്റ്റൻ്റെയും SIയുടേതും അതിനൊക്കെ തന്നെ LGSൻ്റെതും VFAയുടെയും ബെവ്കോ LDയുടെ എല്ലാം ഒരു പ്ലാൻ ഈ ഒക്കെ മാസങ്ങളിലായിരിക്കും, ഈ വരുന്ന മാസങ്ങളിലായിരിക്കും എക്സാം എന്നൊരു ഐഡിയ കിട്ടി. ഏതിനൊക്കെ പ്രിലിംസ് ഉള്ളത്, ഏതിനൊക്കെ മെയിൻസ് ഉള്ളതെന്നെല്ലാം നമുക്കിപ്പോൾ അറിയാം. ഓക്കെ, അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് കണ്ടാൽ മതി. അതല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിനകത്ത് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അത് കിട്ടും. ഡീറ്റെയിൽസ് ഏതെങ്കിലും യൂട്യൂബ് വീഡിയോയിനകത്ത് കാണും. എന്തൊക്കെ കറക്റ്റ് ഡേറ്റ്സ് ഏതൊക്കെയാണെന്നൊരു വീഡിയോ കാണും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക, അത് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഡേറ്റ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊന്ന് അലൈൻ ചെയ്ത് ഓക്കെ ഈ വർഷങ്ങളിൽ ഇത്രയും എക്സാംസ് ആണ് വരുന്നത്, പ്രിലിംസ് ഒക്കെ ഇപ്പോഴാണ് വരുന്നത്, ഒരു ഐഡിയ മനസ്സിലാക്കുക. എന്നിട്ട് ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? ടെൻഷൻ അടിക്കാതിരിക്കുക. എനിക്കറിയാം ഈ എക്സാംസ് എല്ലാം കൂടി കാണുമ്പോൾ ഇത്രയും എക്സാംസ് ഉണ്ട്, ഇതിനൊക്കെ എനിക്ക് കിട്ടുമോ കിട്ടത്തില്ലേ, ഒരുപാട് ടെൻഷൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരിക്കലും വേറെ ആൾക്കാരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ആൾക്കാരുമായിട്ട് കോമ്പറ്റീഷനോ അല്ല അവരുമായിട്ടുള്ള റേസോ ഒന്നും അല്ല ഇത് നമ്മൾ സ്ഥിരമായിട്ട് പൊക്കോണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ എന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യാനുള്ളത്, ചിന്തിക്കാനുള്ളത്. ഞാൻ എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും പഠിക്കുന്നുണ്ട്, അത് മതി. നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് 2026 കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിയോ നിങ്ങളെ ഗ്രാഫ് ഭയങ്കരമായിട്ട് റൈസ് ചെയ്യും. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ. എനിക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ മോട്ടിവേഷൻസും എല്ലാ സപ്പോർട്ടും ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് ഗെയിൻ ചെയ്യുക, അത് വാങ്ങിച്ചിട്ട് വർക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ ഇടും. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ പഠിക്കണമെന്നൊരു തോന്നൽ വരുന്നുണ്ടല്ലോ, ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഷോ കഴിഞ്ഞിട്ടാണെങ്കിൽ പോയി പഠിക്കാം എന്നൊരു ഫീൽ വരുന്നുണ്ടല്ലോ, അത് മതി. ആ ഫീൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കാൻ ഞാൻ ശ്രമിക്കും. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ടെലിഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഫോളോ ചെയ്യും, സബ്സ്ക്രൈബ് ഒക്കെ വെച്ചേക്കുക. അപ്പോൾ ഞാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ജോലി കിട്ടിയെന്നുള്ള കാര്യം എന്നെ അറിയിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഓക്കെ, അതുകൊണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ പാനിക് ആവേണ്ട ആവശ്യമില്ല. നമുക്കറിയാം എക്സാംസ് എല്ലാം വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യമില്ല, നമ്മൾ പഠിച്ച് ഇത്രയും കാര്യങ്ങൾ നേടിയെടുത്തിട്ട് നമുക്ക് എക്സാംസ് ഒന്നും ഇല്ലാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എക്സാംസ് എഴുതി നമ്മൾ വെറുതെ നമുക്ക് എന്താ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഓക്കെ ഞാൻ ഇത്രയും പഠിച്ചു, ഇത്രയും ഉയർന്നു, ഇത്രയും പഠിച്ചു, ഇതിനകത്ത് ഇത്രയും മാർക്ക് കിട്ടി നമുക്ക് തെളിയിക്കാമല്ലോ. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് കുറച്ച് പഠിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഞാനിവിടെ എഴുതിയേക്കുന്നത് അടക്കാൻ ഡോണ്ട് പാനിക്. പേടിക്കരുത്, ജസ്റ്റ് ആ പ്രോസസ്സിനെ ബിലീവ് ചെയ്യുക, കുഞ്ഞു സ്റ്റെപ്പായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ക്ലിയർ ആണല്ലോ? ആ പ്രോസസ്സിനെ വിശ്വസിക്കുക. ഫസ്റ്റ് തിങ്. അടുത്തൊരു വാലിഡ് പോയിന്റ് ആണ് റിഗ്രറ്റ് ഡീറ്റോക്സ്. അതായത് നിങ്ങൾ പഠിച്ച് തുടങ്ങിയെന്ന് വെച്ചോ, നിങ്ങൾ പഠിച്ച് കോൺസ്റ്റന്റ് ആയിട്ട് ജനുവരിയിൽ ഒരു പകുതിയൊക്കെ ആയി, അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നല്ലോണം പഠിക്കുന്നുണ്ട്, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റേജ് എത്തും. ആ സ്റ്റേജ് എത്തുമ്പോൾ പിന്നെ വരാമെന്ന പ്രശ്നം എന്താ പറയുക, നിങ്ങൾ തന്നെ വരും നേരത്തെ തുടങ്ങിയാൽ മതിയായിരുന്നു, കഴിഞ്ഞ വട്ടേ തുടങ്ങിയായിരുന്നെങ്കിൽ, കഴിഞ്ഞ വർഷമേ തുടങ്ങിയായിരുന്നു, ഞാനിപ്പോൾ എന്തോ ആയേനെ, ഞാൻ ഏത് ലെവലിൽ എത്തിയെന്നൊരു ചിന്ത വരും. അത് ചില ആൾക്കാർ ഇപ്പോഴേ ഓൾറെഡി കാണും, നേരത്തെ തുടങ്ങിയാൽ മതിയായിരുന്നു, ഇപ്പോൾ തുടങ്ങി ലേറ്റ് ആയിപ്പോയി, എനിക്കിനി സമയമില്ല, നമ്മുടെ എക്സാമിക്ക് ഇപ്പോൾ എത്തും എന്നൊരു ഫീൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണും. മെയിലും ജൂലൈയിലൊക്കെ എക്സാമാണ്, ഞാൻ അപ്പോൾ എന്ത് ചെയ്യും എന്നൊരു ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് മൈൻഡിൽ കാണും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഗ്രറ്റ് ഡീറ്റോക്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ റിഗ്രറ്റ് എടുത്ത് കളയുക. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ റിഗ്രറ്റ് എടുത്ത് മനസ്സിൽ നിന്ന് കളയുക. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആലോചിക്കുക, നമ്മളിപ്പോൾ തുടങ്ങിയില്ലേ, ഇപ്പോൾ തുടങ്ങിയത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് എക്സാംസ് നമ്മൾ ഇത് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടാണ് തുടങ്ങിയിരുന്നെങ്കിലോ നമുക്ക് എന്തെങ്കിലും കിട്ടുമായിരുന്നു, ഇല്ല. അതുകൊണ്ട് നമ്മളെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി. നമുക്ക് ഇതെല്ലാം എക്സാം എഴുതാൻ പോവുകയാണ്, നമുക്ക് ഒരുപാട് എക്സാംസ് ഇനി വരുന്നുണ്ട്. 2027 എക്സാം വരുന്നുണ്ട്, LDC വരുന്നുണ്ട്, ബെവ്കോ LD വരുന്നുണ്ട്, VFA വരുന്നുണ്ട്, ഇത്രയും എക്സാംസ് എഴുതാൻ പറ്റും. അതെല്ലാം നമ്മൾ കുറേ നാൾ തുടങ്ങിയിട്ട് എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊരു എക്സാം വരുന്നില്ല, നമ്മൾ മടുത്തിരിക്കുകയാണെങ്കിൽ കാര്യമില്ല. നമുക്കൊരു ടാർഗറ്റ് വേണം, ആ ടാർഗറ്റിലോട്ട് എല്ലാ ദിവസവും വർക്ക് ചെയ്യണം, അത്രയും മതി. അതൊരു ഷോർട്ട് സ്പാനിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ ടൈം സേവ് ചെയ്യല്ലേ ചെയ്തത്. നിങ്ങൾ ഇത്രയും നാളെ എൻജോയ് ചെയ്തു, അത് കഴിഞ്ഞ് ഒരു 6 മാസങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് ജോലി കിട്ടി, അതല്ലേ ഏറ്റവും വലിയ കാര്യം അല്ലേ? എനിക്ക് ആരോ കമൻറ്റ് ചെയ്തപ്പം ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, എക്സാമിൽ 6 മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്തതാണ്, എക്സാം എഴുതി എനിക്ക് റാങ്ക് ലിസ്റ്റിൽ ഞാൻ വന്നു, എനിക്കിപ്പോൾ ജോലിയാണ്, ഞാനിപ്പോൾ ക്യാമ്പിലാണെന്നൊരു മെസ്സേജ് എനിക്ക് വന്നു. അപ്പം എന്താ പറയുക, നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ വേണമെന്ന് വിചാരിച്ച് പഠിച്ചിട്ട് 6 മാസം മതി. അതാണ് എനിക്ക് പേഴ്സണലി ഒരു ചേട്ടനെ അറിയാം, പുള്ളിക്കാരൻ എന്തായിരുന്നു നമ്മുടെ KSRTCയിൽ വർക്കിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, പഠിക്കാൻ LDC വന്നപ്പോഴത്തേക്ക് ഒരു 6 മാസം ഇരുന്ന് പഠിച്ചു, 6 മാസം കൊണ്ട് LDC റാങ്ക് ലിസ്റ്റിൽ ഒന്ന് ജോലി കയറി. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ നമ്മൾ ആ 6 മാസം നമ്മളിന്ന് എഫേർട്ട് അത്രയ്ക്ക് ക്ലാരിറ്റിയോട് ഇടുന്നതുകൊണ്ടാണ് അവർക്ക് ആ ജോലി കിട്ടുന്നത്. അത്ര എഫക്റ്റീവായിട്ട് ഇരുന്നുകൊണ്ടാണ് ആ ജോലി കിട്ടുന്നത്. മനസ്സിലായോ? അല്ല നമ്മൾ ഡൗട്ട് അടിച്ച് നമ്മൾ സ്വന്തമായിട്ട് ഡൗട്ട് അടിച്ച് എനിക്ക് പറ്റുമോ അല്ലെങ്കിൽ ഞാൻ നേരെ തുടങ്ങേണ്ടതായിരുന്നു എന്നൊക്കെ വിചാരിച്ച് ഓരോ ദിവസം കളയുന്നതനുസരിച്ച് നമ്മൾ ആ ഒരു 6 മാസം എന്നുള്ളതിന് സമയം കുറഞ്ഞുകൊണ്ടിരിക്കുക.
ക്ലിയർ ആയോ? അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ വീഡിയോ കാണുന്നത്, എപ്പോഴാണോ നിങ്ങൾ തുടങ്ങാൻ താല്പര്യപ്പെടുന്നത്, അപ്പം തന്നെ എന്ത് ചെയ്യുക, തുടങ്ങുക. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ PSCയുടെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേരെ. നിങ്ങൾ കറൻറ്റ്ലി നല്ലോണം പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, അതോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, അതോ ഇന്ന് തൊട്ടാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്താണെന്നുള്ള സ്റ്റാറ്റസ് ഇപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. ആ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും നിങ്ങൾ എത്ര പേര് കോൺസ്റ്റൻ്റ് വീഡിയോ കാണുന്നുണ്ട്, എത്ര പേര് നല്ലോണം പഠിക്കുന്നുണ്ട്, എത്ര പേര് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ക്ലിയർ? അടുത്ത പോയിന്റ് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ റോളും എൻ്റെ റോളും. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ തരാൻ എനിക്ക് പറ്റും. ഓക്കെ, നമുക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഈ സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിക്കാം, നമുക്ക് ഇങ്ങനെ പഠിക്കാം. അതൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ പഠിച്ചതിൻ്റെ സമയത്ത് എനിക്ക് അറിയാം, നമ്മൾ അത്രയും ഒരു ഫുൾ ടൈം എപ്പോഴും നമ്മൾ അതിനെ പറ്റി ആയിരിക്കും നമ്മുടെ ചിന്ത. നമ്മളെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും, പുതിയ പുതിയ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാനും, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനും, മാർക്ക് കൂടുന്നതും ആ ഒരു മെത്തേഡുണ്ട്, ഒരു വേ ഉണ്ട്. മനസ്സിലായി? എനിക്ക് തോന്നുന്നു ഞാൻ ഈ സക്സസ് സ്റ്റോറീസ് കേൾക്കുമ്പോഴും, സക്സസ് നേടിയെടുത്ത ആൾക്കാർ പറയുന്ന സ്റ്റോറി കേൾക്കുമ്പോഴും ഒക്കെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താ, ഇവരും ആ ഒരു മെത്തേഡ് അവർ കണ്ടുപിടിച്ച് പഠിച്ചു. മനസ്സിലായ? ആ ഒരു കിക്ക് അവർ കിട്ടി. അതുകൊണ്ടാണ് അതെന്ത് ചെയ്തത്, നേടിയെടുക്കാൻ പറ്റിയത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി ഇങ്ങനെയൊക്കെയാണ്. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ആൾക്കാർക്ക്, ഞാൻ ഇങ്ങനെ പഠിക്കുക, അപ്പോൾ നമുക്ക് പ്രോഗ്രസ് വരും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതേ കണക്ക് തന്നെ എനിക്ക് എപ്പോഴും പഠിപ്പിച്ച് പഠിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞ് കൊടുത്ത് പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അത് തന്നെ വായിച്ചിട്ട് വെറുതെ നോക്കി വായിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. അപ്പോൾ ആ രീതി നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അറിയിക്കാം. അതെനിക്ക് എക്സാംസിൻ്റെ സിലബസ് നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതെങ്ങനെയൊക്കെ പഠിക്കണം എന്നൊരു കാര്യം ഐഡിയ തരാം. പിന്നെ അതെനിക്ക് എന്തെങ്കിലുമൊക്കെ പോർഷൻസ് പഠിപ്പിക്കാം. അതെനിക്ക് LD ക്ലർക്കിന് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നു. ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് കോൺസ്റ്റന്റ് മെന്ററിങ് തരാം. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് എഫേർട്ട് ഇടേണ്ടത്, സിൻസിയറായിട്ട് എഫേർട്ട് ഇടേണ്ടത് ആരാ? നിങ്ങളാണ്. അല്ലേ? ഞാനിപ്പോൾ എന്തൊക്കെ ചെയ്താലും, എന്തുമാത്രം വർക്ക് ഇട്ടാലും നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്തുമാത്രം ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും, എന്തുമാത്രം ക്ലാസ്സിൽ കേൾക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ കേൾക്കാൻ പെൻഡിങ് ആയിട്ട് എന്തുമാത്രം ക്ലാസ്സുകളാണ്, അതെല്ലാം നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾ ദിവസവും നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് കോൺസ്റ്റന്റ് പഠിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഈ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വീഡിയോ കാണുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറയുന്നത് എപ്പോഴും എന്താ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് ക്രേസി എന്നുവെച്ചാൽ അദ്ദേഹം അത്രയ്ക്ക് ഡിസിപ്ലിൻഡ് ആണ്. അത്രയും ഡിസിപ്ലിനായിട്ട് ആർക്കും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാനത് വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? റൊണാൾഡോ വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എനിക്കത് അതൊരു കംഫോർട്ടാണ്. ഞാനത് കംഫോർട്ടബിൾ ആയിട്ടാണ് ഞാൻ എന്നെ ചെയ്യുന്നത്. എനിക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. ആ ഒരു രീതിയിലോട്ട് നമ്മൾ എത്തണം. പക്ഷെ അത്രയ്ക്ക് അങ്ങ് പോകണമെങ്കിലും നമ്മുടേതായ ഒരു പാറ്റേൺ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്, എൻ്റെ സിസ്റ്റം ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കി എന്തിനുണ്ട്? ആ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് വർക്കുള്ള ആൾക്കാരായിരിക്കും, നിങ്ങൾ ഹോം മേക്കർ ആയിരിക്കും, നിങ്ങൾക്ക് ജോലിക്ക് പോകണമായിരിക്കും, നിങ്ങൾക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ കണ്ടുപിടിച്ച കുറേ സ്ലോട്ടുകളുണ്ടല്ലോ, നമുക്ക് സമയം കിട്ടുന്ന കുറേ സ്ലോട്ടുകളായിരിക്കുമല്ലോ നമ്മൾ ടൈം ടേബിൾ എഴുതി വെച്ചേക്കുന്നത്. മാത്സ് പഠിക്കാൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കാൻ, ഇംഗ്ലീഷ് പഠിക്കാൻ സമയം നമ്മൾ വെച്ചിട്ടില്ലേ? ആ സമയങ്ങളിൽ നിങ്ങൾ കറക്റ്റായിട്ട് അത് ചെയ്യണം. മനസ്സിലായി? അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം വരണം, നിങ്ങൾക്ക് ഒരു ഗിൽറ്റ് ഫീൽ ചെയ്യണം, നിങ്ങൾക്ക് അയ്യോ എനിക്കത് പഠിക്കാൻ പറ്റിയില്ല, ഇന്ന് എനിക്കത് നോക്കാൻ പറ്റില്ല എന്നൊരു ഫീൽ നിങ്ങൾക്ക് വരണം. മനസ്സിലായോ? ആ റിഗ്രറ്റ് വരുവാണെങ്കിൽ നിങ്ങൾ പഠിക്കും, പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കും. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് സംഭവം ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സക്സസ് എത്താൻ പറ്റും. മനസ്സിലായോ? ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് PSCയിൽ മെയിനായിട്ട് എക്സാമിന് ടെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ പേഷ്യൻസ്. എന്തുമാത്രം നമ്മൾ പേഷ്യൻ്റ് ആയിട്ട് ഇരുന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ റീകളക്ട് ചെയ്ത് ആ പ്രോസസ്സിൽ നിന്ന് കിട്ടിയ സംഭവങ്ങൾ അവിടെ കൊടുത്ത് നമ്മൾ റാങ്കിലോട്ട് വരുന്നു, ജോലി കിട്ടുന്നു. അതാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? പിന്നെ നിങ്ങൾ വിചാരിക്കും വേക്കൻസി കുറവായ, വേക്കൻസി ഇല്ല എന്നൊക്കെ ഒരുപാട് പേര് നിങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ സക്സസ്സിലോട്ട് എത്തുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാർ പറയും നിങ്ങൾക്ക് ഇതൊന്നും കിട്ടത്തില്ല, ഇതൊന്നും ഒരു ഉപയോഗവും ഇല്ല, PSCയിൽ ഇപ്പോൾ ജോലി ഇല്ല, നിങ്ങൾ ആരും എടുക്കത്തില്ല എന്നൊക്കെ അവർ പറയും. അതെന്തുകൊണ്ടാണ്? അവർക്കത് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? നിങ്ങൾ പഠിക്കുക, നിങ്ങൾക്ക് വേണ്ട ഒരൊറ്റ വേക്കൻസിയാണ്, നിങ്ങൾക്ക് വേണ്ട ഒരൊറ്റ ജോലിയാണ്, ആ ഒരു സീറ്റ് നിങ്ങൾക്ക് അവിടെ കാണും, അതിന് വേണ്ടി പഠിക്കുക. മനസ്സിലായല്ലോ? അത് കൂടുതൽ ആര് പറയുന്നത് കേൾക്കാൻ നിൽക്കണം. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതെനിക്ക് കിട്ടും, ഇതെനിക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ അവിടെ എത്തണം. എത്തിയിട്ട് അവരോട് ചോദിക്കണം, എനിക്ക് കിട്ടിയല്ലോ, എന്താ പ്രശ്നം എന്ന് ചോദിക്കണം. മനസ്സിലായോ? അപ്പം കോൺസ്റ്റന്റ് ആയിട്ട് വർക്ക് ഇട്ടുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും, കോൺസ്റ്റന്റ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ അതിനൊക്കെ ആ കോൺസ്റ്റൻസി നിങ്ങളും കീപ്പ് ചെയ്യണം. ക്ലിയർ ആണോ? അടുത്തൊരു പോയിന്റ്, വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ആ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ രാവിലെ കുളിച്ച് അടിപൊളിയായി ഫ്രഷായി നല്ല റെഡിയായി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുക? എക്സാമിന് വേണ്ടി പോവുകയാണ്. നിങ്ങൾ ബസ്സിലാണെങ്കിലും കാറിലാണെങ്കിലും സ്കൂട്ടറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും എക്സാം ഹോളിൽ എത്തുന്നു. എക്സാം ഹോളിന് സമയം ആവാൻ പോകുന്നു, നിങ്ങൾ കയറാൻ പോകുന്നു, നിങ്ങൾ ജസ്റ്റ് റിവൈസ് ചെയ്യുന്നു, ലാസ്റ്റ് പോർഷൻസ് എല്ലാം റിവൈസ് ചെയ്യുന്നു, നിങ്ങൾ എക്സാം ഹോളിൽ കയറുന്നു, നല്ല സ്ലോ ബ്രെത്ത്, നിങ്ങളെല്ലാം കാമാണ്, ഒരു കുഴപ്പമില്ല, ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുന്നു, നോക്കുമ്പോഴത്തേ എല്ലാം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാം എഴുതാൻ പറ്റുന്നു എന്നൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കേ.
ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം എനിക്ക് അറിയാവുന്ന കറക്റ്റായിട്ട് എഴുതണം. അങ്ങനെ നിങ്ങൾ സമാധാനത്തിൽ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളെല്ലാം നൈസിന് എഴുതുന്നു. ഇറങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാം ഓക്കെ എനിക്ക് അത്ര അത്യാവശ്യം മാർക്കുണ്ട്, ഞാൻ ഈ റാങ്ക് ലിസ്റ്റിൽ ഇരുന്ന് ഉറപ്പിക്കുന്നു. നിങ്ങൾ കീ നോക്കുമ്പോൾ നിങ്ങൾ ഫിക്സ് ആവുന്നു, നിങ്ങൾ കൂളായിട്ടിരിക്കുന്നു, നിങ്ങൾക്ക് ജോലി ഇടുന്നു ഉറപ്പിക്കുന്നു. ആ ഒരു സംഭവം എപ്പോഴും വിഷ്വലൈസ് ചെയ്ത് നോക്കിയേ. എന്ത് രസമാണ് അത്. അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ മൈൻഡിൽ എപ്പോഴും വേണം, വിഷ്വലൈസേഷൻ. നമ്മളെപ്പോഴും ആ ഒരു സ്ലോ ബ്രെത്തും ആ ഒരു കാംനെസ്സും നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ആ ഫീലും ഒക്കെ അതെങ്ങനെ നമുക്ക് ആ എക്സാം ഹോളിൽ എത്തുമ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ എവിടെ തുടങ്ങണം? ഇന്ന് തുടങ്ങണം. മനസ്സിലായോ? ഇന്ന് നിങ്ങൾ ആ പതുക്കെ വർക്ക് ചെയ്യുമ്പോഴേ ആ ഒരു ക്ഷമ വരുത്തോളൂ. നമുക്കിപ്പോൾ നമ്മൾ എക്സാംസ് എഴുതാതെ ശീലിക്കാത്ത ഒരാളാണോ, എക്സാംസ് എഴുതി ശീലിക്കാത്ത ഒരാളാണെങ്കിലും, പഠിക്കാതെ ടെൻഷൻ അടിച്ച് പഠിക്കുന്ന ഒരാളാണെങ്കിലും ആ ഹോളിൽ കയറുമ്പോൾ നിങ്ങൾ കയ്യിൽ നിന്ന് പോവും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് അങ്ങ് ശീലിച്ച് പ്രാക്ടീസ് ആയിട്ട് വരുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു കാംനെസ് എവിടെ കൊടുക്കാൻ പറ്റൂ? എക്സാം ഹോളിൽ കൊടുക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അതുകൊണ്ട് അതുപോലെ വർക്ക് ചെയ്യുക, അതുപോലെ വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, അതാണ് ലാസ്റ്റ് പറയാനുള്ളത്. ഇനി പറയാനുള്ളത് നമ്മുടെ ഒരു സംഭവമാണ്. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, നമുക്ക് LD ക്ലർക്കിൻ്റെ ബാച്ച് തുടങ്ങാം. LD ക്ലർക്കിൻ്റെ ബാച്ച് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, മന്ത്ലി ഉള്ളൊരു പേയ്മെൻ്റ് ആയിരിക്കും, മന്ത്ലി ഉള്ള ക്ലാസ്സസ് ആയിരിക്കും. ക്ലാസ് മെയിനായിട്ട് ടെലിഗ്രാം വഴി നിങ്ങൾക്ക് ലിങ്ക് തരും, ഗൂഗിൾ മീറ്റ് കാണും, അതുപോലെ തന്നെ യൂട്യൂബിലെ ക്ലാസ്സസ് കാണും. അങ്ങനെ ഒരുപാട് പല പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ടായിരിക്കും ഞാൻ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് എൻ്റെ ഐഡിയ എന്നാണ്, LD ക്ലർക്കിൻ്റെ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. LD ക്ലർക്കിൻ്റെ സിലബസ് വെച്ചിട്ടുള്ള ക്ലാസ് ആയിരിക്കും. അതാവുമ്പം LD ക്ലർക്ക് വെച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് എന്ത് വരും? മലയാളവും ഇംഗ്ലീഷും മാത്സും വരും. VFAയുടെ സിലബസ്, ബെവ്കോ LDയുടെ സിലബസ്, കമ്പനിയുടെ LGSൻ്റെ സിലബസ്, അതിനൊക്കെ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഒക്കെ സിലബസും എല്ലാം അതിനകത്ത് കവറായി പോകും. അങ്ങനെ LDയുടെ ഒരു സിലബസ് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് അത്രയും ഒരു ക്ലാരിറ്റി വരും, അതെല്ലാം ഒന്ന് ക്ലിയർ ആയി പോകും. ഓക്കെ, അല്ല നമ്മൾ കംപ്ലീറ്റ് ബോർഡ് LGSൻ്റെ അടുത്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് എന്തില്ല, അതിനകത്ത് മലയാളം ഇംഗ്ലീഷ് ഇല്ല. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള എക്സാംസ് ഒന്നും അപ്പിയർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് LDയുടെ ഈ ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഡിഗ്രി ലെവലിലോട്ട് ഉയർത്തിയെടുക്കാൻ പറ്റും. ആ ഒരു സംഭവം ബേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവരെ ഞാൻ യൂട്യൂബിൽ ക്ലാസ്സസ് ഇടും. യൂട്യൂബിൽ ക്ലാസ്സസ് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യും. അതാണ് എൻ്റെ ആഗ്രഹം, പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ക്ലാസ്സിൻ്റെ ഗൈഡൻസും കാര്യങ്ങളും എന്താ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞാൻ ഷെയർ ചെയ്യും, ക്വസ്റ്റ്യൻ എഴുതാൻ പറയും. പിന്നെ ഒരു 50 പേരെ ആയിരിക്കും ഞാൻ മോണിറ്റർ ചെയ്യുകയും മെൻറ്റർ ചെയ്യുകയും ചെയ്യുന്നത്. 50 പേരെ, അതായത് ഒരു ബാച്ചിൽ 50%, അതായത് 50 പേരെ മാത്രമേ എനിക്കൊന്ന് ചാർട്ടായിട്ട് ഇവർ എന്തുമാത്രം പഠിക്കുന്നുണ്ട്, എല്ലാ ദിവസവും പഠിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് യൂട്യൂബ് വഴി ക്ലാസ്സുകൾ കുറച്ചും കൂടി ഞാൻ ഇടും. അതിനൊക്കെ തന്നെ ടെലിഗ്രാമിൽ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യും. പക്ഷേ എനിക്ക് കുറച്ചും കൂടി മെൻറ്റർ ചെയ്യാൻ പറ്റുന്ന 50 പേരായിരിക്കും എടുക്കുന്നത്. അതൊരു എക്സാം ഞാൻ ടെലിഗ്രാമിൽ ഇപ്പോൾ ഓൾറെഡി ഒരു എക്സാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ എക്സാം നിങ്ങൾ എഴുതിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന മാർക്ക് അനുസരിച്ചായിരിക്കും എൻ്റെ ലാസ്റ്റിന് ആൻസർ കീ കിടപ്പുണ്ട്, മാർക്ക് കറക്റ്റായിട്ട് തരിക. നിങ്ങൾക്ക് അത് കറക്റ്റ് അത്ര മാർക്ക് ഇല്ലെങ്കിൽ ഞാൻ ഒരു എക്സാം കൂടി നടക്കും. അതിന് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത എക്സാം ഒന്നുകൂടി എഴുതിയിട്ട് വീണ്ടും മാർക്ക് കൂടുവാണെങ്കിൽ നമുക്ക് ആ ബാച്ചിലോട്ട് കയറാം. അങ്ങനെയാണ് എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പം ഈ ബാച്ചിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സസ്, റെക്കോർഡ് വീഡിയോ ക്ലാസ്സസ് ആണ്. നിങ്ങൾ വീഡിയോ ക്ലാസ്സസ് കാണണം. എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം ക്ലാസ് എടുത്തിടും. അതിനുള്ള പോർഷൻസ് നിങ്ങൾക്ക് തരും, പഠിക്കാനുള്ള പോർഷൻസ് തരും. നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു മോണിറ്ററിങ് കാണും. പിന്നെ ഗൂഗിൾ മീറ്റ് വയ്ക്കും, ലൈവ് ക്ലാസ് വയ്ക്കും. ലൈവ് ക്ലാസ്സിനകത്ത് ഡൗട്ട് ക്ലിയറൻസും അതിനൊക്കെ വൈവി ആയിരിക്കും. നേരിട്ട് പെട്ടെന്ന് പെടപെടാ ക്വസ്റ്റ്യൻ ചോദിക്കും, പെട്ടെന്ന് ആൻസർ പറഞ്ഞു പോകണം. അങ്ങനൊരു മെത്തേഡായിരിക്കും ഞാൻ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഐഡിയ. ഇപ്പോൾ നിങ്ങളെ ഗൈഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ എനിക്ക് നിങ്ങളെ നല്ലോണം ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. എനിക്കൊരു 50 പേരെ എനിക്ക് കറക്റ്റായിട്ട് നോക്കാൻ പറ്റും. എല്ലാ ക്ലാസ്സും ക്ലാസ്സിൽ കയറുന്നുണ്ടോ, എന്തുമാത്രം ദിവസം പഠിക്കുന്നുണ്ട്, നിങ്ങൾ ടൈം ടേബിൾ കറക്റ്റാണോ, നിങ്ങൾ ട്രാക്കർ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റുന്ന 50 പേർക്കായിരിക്കും. ആ 50 പേരെ ഞാൻ അങ്ങനെ ഗൈഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് നോക്കുന്നത് നിങ്ങൾ മാർക്ക് കിട്ടുന്ന അനുസരിച്ചായിരിക്കും. അതിൻ്റെ കണക്കിൽ മന്ത്ലി പേയ്മെൻറ്റും കാണും. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതായിരിക്കും ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ മെൻറ്ററിങ് ബാച്ച് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. സെറ്റാണേ. പിന്നെ ഉള്ള ഒരു ബാച്ച് എന്ന് പറഞ്ഞാൽ 5 AM ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ബാച്ച് തുടങ്ങാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിനകത്ത് PSC മെൻറ്ററിങ്ങും ഒന്നും ആയിരിക്കത്തില്ല. സ്പെഷ്യലായിട്ട് എന്തായിരിക്കും 5 AM ക്ലബ്ബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ രാവിലെ എണീക്കും 5 മണിക്ക് തൊട്ട് 6 മണി വരെ 1 മണിക്കൂറത്തെ ഒരു ക്ലാസ് ആയിരിക്കും. 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഒന്ന് ഫ്രഷ് ആക്കി എടുക്കുക, ഇന്ന് പഠിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തന്നിട്ട് ഒന്ന് ലൈവാക്കി നിർത്തുക എന്നുള്ളതായിരിക്കും അതിനകത്ത് ഉദ്ദേശം. അതിനകത്ത് മെഡിറ്റേഷനും യോഗയും അതിനൊക്കെ തന്നെ ചെറിയൊരു മോട്ടിവേഷൻ ക്ലാസ്, മാനിഫെസ്റ്റേഷൻ, വിഷ്വലൈസേഷൻ അങ്ങനത്തെ ഒരു പാറ്റേൺ ആയിരിക്കും അതിനകത്ത് പോകുന്നത്. PSC ക്ലാസ് ഒന്നും അതിനകത്ത് വരത്തില്ല, PSC ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും വരത്തില്ല. നിങ്ങൾക്കൊന്ന് രാവിലെ ഒന്ന് ഫ്രഷ് ആയിട്ട് തുടങ്ങാൻ വേണ്ടി, ദിവസം തുടങ്ങാൻ വേണ്ടി ഒരു ബാച്ച് ആയിരിക്കും അത്. 5 AM ക്ലബ്ബും മെൻറ്ററിങ് ബാച്ചും. ഇത് രണ്ടാണ് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ബാച്ചുകൾ. അതിനൊക്കെ ടെലിഗ്രാമിനകത്ത് ഞാൻ എന്ത് ചെയ്യും, ഇതാണ് നമ്മൾ ഇപ്പം ടെലിഗ്രാമിൽ നിങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം.
ആ ടെലിഗ്രാം ബാച്ചിനകത്ത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഞാൻ ചലഞ്ചസ് ഒക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. 100 day ചലഞ്ച് നമ്മൾ ചെയ്ത് തീർത്തില്ല, അതൊക്കെ തന്നെ ജനുവരി ചലഞ്ച് ഇപ്പോൾ റണ്ണിങ് ആണ്. ജനുവരി ചലഞ്ച് തുടങ്ങുന്നുണ്ട്. ഇപ്പം ഇന്ന് ഞാനൊരു ഫസ്റ്റ് പേപ്പർ ഇട്ടതേ ഉള്ളൂ. ആ ജനുവരി ചലഞ്ച് തുടങ്ങും. അതിനകത്ത് ഞാൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എല്ലാ ദിവസവും പഠിക്കുന്ന ടോപ്പിക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേറെ ഓഫ്ലൈൻ ക്ലാസ്സിലോ ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് വൃത്തിക്ക് പഠിക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക, എപ്പോൾ വേണമെങ്കിലും ചോദിക്കാനൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉദ്ദേശം. ക്ലിയർ ആണല്ലോ? നിങ്ങൾ കോൺസ്റ്റന്റ് പഠിക്കുക, നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടണം. നിങ്ങൾ 2026 കഴിയുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയണം, നിങ്ങൾ പറയണം എനിക്ക് ചേച്ചി ഞാൻ അന്ന് കണ്ടു തുടങ്ങിയതാ, ഞാൻ കോൺസ്റ്റന്റ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ചേച്ചി കാരണമാണ് എനിക്ക് അന്ന് അത് കിട്ടി എന്ന് നിങ്ങൾ പറയണം. നമുക്ക് പോഡ്കാസ്റ്റ് ചെയ്യണം. എൻ്റെ തീരുമാനം. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് അത് കോൺസ്റ്റന്റ് വർക്ക് ചെയ്യണം. നമുക്ക് 2 ബാച്ച് ഉള്ളത്, 5 AM ക്ലബ്ബും ഉണ്ട്, അതിനൊക്കെ എന്താ മെന്ററിങ് ബാച്ചും ഉണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നത് യൂട്യൂബിലായിരിക്കും. ടെലിഗ്രാം ചാനൽ ഇല്ലാത്തവർ ലിങ്ക് ചോദിക്കാം, ലിങ്ക് അയച്ചു തരാം. വേറെ ആർക്കെങ്കിലും ലിങ്ക് പോയി കൊടുക്കുന്നത് അതുവഴിയെങ്കിലും ഗ്രൂപ്പിൽ കയറാം. ടെലിഗ്രാം ചാനലിൻ്റെ പേര് ആമി ഹുമയൂൺ PSC എന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട്. ആമി ഹുമയൂൺ PSC ആണ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ പേര്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് മൊത്തത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് തന്നെ ഷെയർ ചെയ്യാം, യൂട്യൂബിനകത്ത് ഷെയർ ചെയ്യാം. നമുക്ക് ഇനി സിലബസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. സിലബസൊക്കെ അടുത്ത വീഡിയോസിൽ ഞാൻ സിലബസിൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം അതിനൊക്കെ തന്നെ എന്തെങ്കിലും മോട്ടിവേഷൻ ക്ലാസ്സസ് ഇതിനകത്ത് തന്നെ ഇടും. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് യൂട്യൂബ് വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മോട്ടിവേഷൻ വീഡിയോസും അതിനൊക്കെ തന്നെ സിലബസിൻ്റെ ബ്രേക്കിംഗ് ഡൗണും അതിനൊക്കെ തന്നെ ക്ലാസ്സസും ഇതിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ജനുവരി നല്ലൊരു മാസമായിരിക്കട്ടെ. ജനുവരി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ട്രാക്കറൊക്കെ ഷെയർ ചെയ്ത് കാണണം. ജനുവരി എല്ലാം ട്രാക്കർ വഴി നിങ്ങൾ എല്ലാം നല്ല സെറ്റ് ആക്കിയത് കാണും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.